കുഞ്ഞികൃഷ്ണനെ പോലെ അരനൂറ്റാണ്ട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുവെന്ന് അദ്ദേഹം തന്നെ പറയുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അങ്ങേക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. പാർട്ടിയുടെ രീതിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇതുവരെയും ഒരു കറയും പുരളാത്ത കുഞ്ഞികൃഷ്ണനെ പോലെ ഒരാൾ അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണനെ എന്തിന് സംശയിക്കണം എന്ന് പൊതുസമൂഹം ഒരുപക്ഷെ കരുതിയേക്കാം. ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പാർട്ടിക്കും അങ്ങേക്കും ക്ഷീണമുണ്ടാക്കി എന്ന് തോന്നുന്നുണ്ടോ ശ്രീ ടി മധുസൂദനൻ? വലിയ രീതിയിൽ ജനവിധിയിലേക്ക് എത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം ഒരുങ്ങി വരുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസങ്ങളുണ്ടാക്കുമല്ലോ. ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് വലിയ പ്രയാസമുണ്ടാകും. പാർട്ടിയോ അല്ലതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകരെന്ന നിലക്ക് പലരും വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ചിലപ്പോൾ പാർട്ടി പ്രവർത്തകരല്ലാത്തവർ പോലും പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഇതുണ്ടാകും. ഒരു തരത്തിലും പതറിപ്പോകരുത് എന്ന് പറയുന്ന അവരുടെ വാക്കുകളാണ് ഞങ്ങളുടെയൊക്കെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. ആ കരുത്തുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. ഒരു രീതിയിലും ഇത്തരമൊരു വിവാദങ്ങളുടെ മുമ്പിൽ തലകുമ്പിട്ട് നിന്ന് ഏതെങ്കിലും നിലയിൽ പരാജിതനെ പോലെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന സ്ഥിതിയൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല. കാരണം ഞങ്ങളൊക്കെ ഈ നാട്ടിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, തുറന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരു കാര്യവും ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ച് പ്രവർത്തിക്കുന്നവരല്ല. പിന്നെ ഞങ്ങളെന്തിന് ആശങ്കപ്പെടണം, ഭയപ്പെടണം? പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു സന്ദർഭത്തിൽ തിരുവനന്തപുരത്ത് ഒരു ഇൻ്റർവ്യൂ വരുന്നു. അത് കഴിഞ്ഞ് വിവാദങ്ങളുടെ വലിയ പരമ്പര സൃഷ്ടിക്കുന്നതിന് 3-4 അല്ലെങ്കിൽ അതിനധികം വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ ഒരു പുതിയ കാര്യവുമില്ലാതെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.